പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും. കർത്താവേ, അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അച്ഛനിലൂടെ സംസാരിച്ചു, ഞാൻ ആ തീരുമാനം എടുത്തെന്നൊക്കെ പറയുമ്പോൾ ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം, ജീവിതത്തിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം എന്നൊക്കെ സന്നിഗ്ധമായ അവസ്ഥയിൽ വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കട്ടെ. കർത്താവ്, ജോലിയില്ലാത്തവരെ, വിസ പുതുക്കലിനെ കൊടുത്തിട്ട് കിട്ടാത്തവരെ, നാട് വിട്ട് പോകേണ്ടി വരുമെന്ന് ഓർത്ത് വിഷമിക്കുന്നവരെ,
വീട് വിട്ടു പോകേണ്ടി വരുമെന്ന് ഓർത്തോട് വേദനിക്കുന്ന വാടകക്കാരും, അതുപോലെ തന്നെ വീടില്ലാത്തവരും, അവരുടെ വിവാഹത്തിന് പിരിഞ്ഞു താമസിക്കുന്നവരും, ഓരോരോ നേട്ടത്തിന് വേണ്ടി ജീവിത പങ്കാളി ഉപേക്ഷിച്ചും മക്കളെയും കൊണ്ട് ഓടിയിരിക്കുന്നവരും അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പല പല കാര്യങ്ങൾ കൊണ്ട് കുടുംബജീവിതം ഛിദ്രമായിരിക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കുന്നത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള കൃപയും എല്ലാതും അതിജീവിക്കാനുള്ള ആത്മധൈര്യവും നൽകി ആ ശക്തി അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ മാർഗരോഗങ്ങളും തീരാവേദികളും ജീവദുരിതങ്ങളും യേശുക്രിസ്തു നീങ്ങിപ്പോകട്ടെ. ലോർഡ് ഇൻഫ്യൂസ് ഹിസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. ഇന്ന് ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞ, എൻ്റെ മകൻ അവൻ്റെ ഉദ്യോഗമാണ്, ലോകത്ത് 4ാമത്തെ റാങ്കാണ് ആ വിഷയത്തിന്. അപ്പം എന്നിട്ട് അവർ പറയണത് എല്ലാം തീർന്നെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ എൻ്റെ മകൻ മാതാവിൻ്റെ മുഖത്ത് നോക്കി 4 ജപമാല ചെല്ലുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. ഇവർ 4ാം സ്ഥാനത്താണ് അവരുടെ സബ്ജക്റ്റിൽ അവൻ പാസ്സായിരിക്കണം, ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ. അമ്മ പറയണത് അവൻ 4 കൊന്ത ചെല്ലണത് കാണുന്നതാണ് എനിക്ക് അതിനേക്കാൾ സന്തോഷം നൽകുന്നതാണ്. അതൊക്കെ അവർ പറയുമ്പോൾ അവർ ചങ്ക് പറിച്ചാൽ പറയണത്, അല്ല വെറുതെ ഭംഗി വാക്ക് പറയണതല്ല. അതായത് ഇന്നത്തെ കാലത്ത് എനിക്ക് മനസ്സിലായതേ, ഉള്ളവന് ശരിക്കും ഉണ്ട് ആധ്യാത്മികത. അതാണ് എനിക്ക് മനസ്സിലായത്. ഇല്ലാത്തവൻ എല്ലാവരും കെട്ട മനുഷ്യനാണെന്നുള്ള ചിന്തയിൽ അവനുള്ളതോട് കളഞ്ഞുകൊണ്ടിരിക്കുകയും അങ്ങനെ ഒരു ചതി വരുന്നുണ്ട്. ആധ്യാത്മികത ഇല്ലാത്തവൻ എല്ലാവരും കെട്ട മനുഷ്യരാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളത് കൂടി ഇല്ലാതിക്കൊണ്ടിരിക്കണം. പക്ഷെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ അടിയൊഴുക്കുകൾ ശരിക്കും നടക്കുന്നുണ്ട്. ദൈവത്തെ കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയിട്ടുണ്ട്. പല വ്യക്തികളിൽ നിന്നും നമുക്ക് തെളിച്ചം വെച്ചിരിക്കുന്നത്, തെളിമയായിട്ട് കാണുന്നത് ലോകം നശിച്ചു, എല്ലാം പാപമാണ്, പാപപങ്കിലമാണ്, പാപത്തെ ഒഴിവാക്കി ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവർ ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നു. അങ്ങനെയാണ് ആൾക്കാർ കോംപ്രമൈസ് ചെയ്യുന്നത് പാപത്തോടെ. അവർ ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വലിയൊരു സംഭവം ഒരു തട്ടിപ്പാണ് ശരിക്കും. എന്താ കാര്യം? നിന്നെപ്പോലെ ഒരു ഫ്രോഡിനെ യഥാർത്ഥ കൃപയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു പക്ഷേ ആധ്യാത്മിക മേഖലയിൽ ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സത്യമാണ്, വളരെ തന്ത്രപൂർവ്വമായിട്ട് ചില ആൾക്കാരെ ഒഴിവാക്കും. എന്താ കാര്യം? അവൻ അഡ്ജസ്റ്റ്മെൻറ്റിന് ആയിട്ടാണ് ദൈവം, അതായത് കുറേ തിന്മയും കുറേ നന്മയൊക്കെ ആയിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അവരോർക്കും മനുഷ്യരല്ലേ, മനുഷ്യന്മാരാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും, നമ്മൾ ആരും ദൈവമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോരോ തരികിട പറഞ്ഞുകൊണ്ട് ദൈവത്തിന് പണി കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ. ഇത് ഫ്രോഡാണ്. അവനെ ഒഴിവാക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ തലയിൽ കൊടുക്കണ എല്ലാം ഇതുപോലെയുള്ള സംഭവമായിരിക്കും. എന്താണ്? ലോകം പോയി, എല്ലാവരും പാവത്തിലാണ്, നിയമം മാത്രം ഇവിടെ നല്ല ഇവിടെ ഒരു കാര്യമൊന്നുമില്ല. ഈ സാധനം ഇതാണ് ഓരോ മനുഷ്യനും ഈ കാലങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ചതിക്കുഴി എന്ന് പറയുന്ന സംഭവം. അതുകൊണ്ട് അതിന് ഈ കുഴിയിൽ ഒത്തിരി പേര് വീഴും. എന്നിട്ട് അവർ ദൈവത്തെ മറന്ന് ജീവിക്കും, ദൈവത്തെ ഒഴിവാക്കി ജീവിക്കും. അപ്പോൾ എന്നാ പറ്റും? ദൈവത്തിൻ്റെ ഒരു വംശമുണ്ട്, അത് ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. ലൂക്കാ 12:32. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ആൾക്കാർ ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്കൊക്കെ വരുന്നതും ഒക്കെ എല്ലാം ഈ അനുഗ്രഹത്തിൻ്റെ ബേസിലാണ് വരണത്. ഈ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് നമ്മുടെ പരാധീനതകൾക്ക് ഒരു പോരായ്മക്ക് പരിഹാരം കണ്ട് എത്തുക എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് ഒരു അജണ്ട ആർക്കും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എല്ലാം ആ രീതിയിലാണ് നമ്മൾ ക്രമീകരിക്കണം. എന്തിനാണ് പ്രാർത്ഥിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ശരി പറയും, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്താ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞ ആൾക്കാർ. എന്തൊരു നോൺസെൻസാണ് ശരിക്കും പറഞ്ഞാൽ. പ്രാർത്ഥിക്കണത് എന്തിനാണ്? പ്രാർത്ഥിക്കുന്ന ഒറ്റക്കാര്യത്തിന് വേണ്ടിയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അപ്പം പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താ? അനുഗ്രഹമല്ല, ഫിസിക്കൽ ഫേവേഴ്സ് അല്ല,
അത് യൂസ് ആൻഡ് ത്രോ ആണ്. പിന്നെന്താണ്? അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം വന്നാൽ പിന്നെ എന്താ പ്രശ്നത്തെ? അത് പിന്നെ പോകത്തില്ല. നമ്മളെല്ലാവരും ധരിച്ചിരിക്കണം ഈ ഭൂമിയിൽ ദൈവരാജ്യം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഭരണം. ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നമ്മുടെ ഇഷ്ടം ചേർത്ത് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭരണമായി നമ്മുടെ ജീവിതത്തിൽ. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് യാതൊരുവിധ ഒബ്ജക്ഷനുമില്ല. കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കണതിന് നമ്മൾ ആഗ്രഹിക്കണതിന് ദൈവം ആഗ്രഹിക്കണത്. അങ്ങനെ ഒരു അതിനാണ് ദൈവരാജ്യം എന്ന് നമ്മൾ പറയണത്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഈ ദൈവരാജ്യം വന്നാൽ പിന്നെ ഈ ദൈവരാജ്യത്തിലാണ് ഒരു വ്യക്തി ശരീരം ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഈ ദൈവരാജ്യം കണ്ടിന്യൂ ചെയ്യും എപ്പോഴും. അപ്പം നമ്മൾ ചത്ത് കഴിഞ്ഞിട്ട് അവിടെ എന്തോ ഈ ഗാന്ധിയുടെ രാമരാജ്യമൊന്നുമല്ല നമ്മുടെ ദൈവരാജ്യം. ആ ദൈവസമാഗമത്തിൻ്റെ ദൈവത്തിൽ ആനന്ദിച്ച് സ്നേഹത്തിൽ സന്തോഷിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ചുകൊണ്ട് പോകുന്ന സംഭവമാണ്. യേശുവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, എൻ്റെ പേര് ജോമോൻ. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. നിങ്ങളുടെ മുൻപിൽ ഒരു സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ സാക്ഷ്യം പറയുന്നതിന് മുൻപ് ഞാൻ എന്തായിരുന്നു എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നു. വളരെ ചെറുപ്പം മുതൽ, അതായത് 5ാം ക്ലാസ് മുതൽ തന്നെ സ്ഥിരമായി എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പള്ളിയോടും മറ്റുമാരോടൊക്കെയായി ചേർന്ന് ജീവിച്ചു വളരുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ. 10ന് ശേഷം വളരെ ഭക്തസംഘടനകളിലായാലും പള്ളിയിലായാലും വളരെയധികം ആക്റ്റീവായി നിൽക്കുകയും ക്രിസ്തീയ വിശ്വാസം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് ഞാൻ. സഭയുടെ പ്രബോധനങ്ങളായാലും UCAT CCC മുതലായ സകല പ്രബോധനങ്ങളും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. ഈ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ടായാലും ഞാൻ കരുതിയിരുന്നത് ഞാൻ ആത്മീയമായി ഒത്തിരി ഉന്നതിയിലാണ്. എൻ്റെ ചുറ്റുമുള്ളവരായാലും എൻ്റെ സഹോദരങ്ങളായാലും എൻ്റെ ഇടവകയിലുള്ളവരായാലും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത്ര പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ ഞാനായിരിക്കുന്ന ആ ലെവലിലല്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇങ്ങനെ ജീവിച്ചു പോയിരുന്ന ഞാൻ ഡിഗ്രിയിലൊക്കെ നല്ല മാർക്കോടുകൂടി പാസ്സാവുന്നു. അതിനുശേഷം ഞാൻ PG പഠിക്കാൻ പോകുന്നു. PG പഠിക്കാനായിട്ട് ഞാൻ ഗോവ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുത്ത് പോകുന്നത്. ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്തത് ഫിലോസഫിയിലാണ്, BA ഫിലോസഫി. PG ഞാൻ ചെയ്തത് MA ഫിലോസഫിയിലാണ്. ഗോവയിൽ ഞാൻ പഠിക്കാൻ പോയ ആ സമയം മുതൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ എൻ്റെ ഗ്രാഫ് വളരെയധികം താഴെ പോയി. ഒരുപക്ഷെ ഞാൻ ലോകത്തിൻ്റെ വഴിയിലേക്ക് നടന്നു കയറിയൊരു സമയമായിരുന്നു അത്. അതായത് ഒരു തരത്തിലൊരു ദിവസം പോലും പള്ളിയിൽ പോകാതെ, ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാതെ, 2 വർഷത്തിലൊരിക്കൽ പോലും കുമ്പസാരിക്കാതെ ഞാൻ ആ 2 വർഷം പഠിച്ചു പോയി. എൻ്റെ മെറിറ്റിലും എൻ്റെ കാര്യങ്ങളിലൊക്കെ ആശ്രയിച്ച് ലോകത്തിൻ്റെ വഴിയിലായിരുന്നു ഞാൻ നടന്നിരുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്കോട് കൂടി പാസ്സായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്ര നാളും ഞാൻ പ്രാർത്ഥിച്ചതും ഞാൻ ദിവസം പള്ളിയിൽ പോയതും വിശ്വസിച്ചതും വിശ്വാസ പരിശീലനം നേടിയതൊക്കെ വെറുതെ ആയിരുന്നു. ആ സമയമൊക്കെ വേറെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളൊരു ബെറ്റർ പൊസിഷനിലേക്ക് എനിക്ക് എത്താൻ കഴിയുമായിരുന്നു എന്നുള്ള അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു ഞാൻ നടന്നിരുന്നത്. PG കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. ഞാൻ പുറത്ത് പോയി പഠിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പുറത്ത് പോകാനായിട്ട് ക്രൊയേഷ്യ എന്ന് പറഞ്ഞ കൺട്രിയിലെ കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടി. വളരെ ഈസി ആയിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടി. വിസ പ്രോസസ്സിന് ഇപ്പോൾ യൂണിവേഴ്സിറ്റി നേരിട്ട് വിസ ഓഫീസറിനെ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വിസയ്ക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. കഴിഞ്ഞ വർഷമാണിത്, ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ വിസയ്ക്ക് വെച്ചു. എനിക്കൊരു 5 ലക്ഷം രൂപ എനിക്ക് ഷോമണിയായി കാണിക്കണമായിരുന്നു. പക്ഷേ എൻ്റെ ഈ 5 ലക്ഷം രൂപ കിട്ടാനായിട്ട് എൻ്റെ കയ്യിൽ ഒറ്റ രൂപയും ഉണ്ടായിരുന്നില്ല. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ആ 5 ലക്ഷം രൂപ സംഘടിപ്പിച്ചത്. എന്നിട്ട് ഈ 5 ലക്ഷം രൂപയായിട്ട് വിസ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ സെപ്റ്റംബറിൽ 18-ാം തീയതി എൻ്റെ ക്ലാസ് തുടങ്ങി. പക്ഷേ എനിക്ക് വിസ വന്നില്ല. ഒക്ടോബർ 18 കഴിഞ്ഞിട്ടും എനിക്ക് വിസ വന്നില്ല. പക്ഷെ അതിന് ശേഷം എനിക്ക് വിസ റിജക്ഷനായിട്ട് എനിക്ക് റീസൺ പോലും എക്സ്പ്ലെയിൻ ചെയ്യാതെ എനിക്ക് വിസ റിജക്ഷനായി വന്നു. പ്ലസ് എനിക്ക് അപ്പീലിന് പോലും പോകാൻ കഴിയുമായിരുന്നില്ല. ആ സമയത്ത് ശരിക്കും ഞാൻ തകർന്നു. അതായത് എൻ്റെ ആ മെറിറ്റിൽ ഞാൻ ആശ്രയിച്ച് അത്ര കാലം ജീവിച്ചിരുന്ന ഞാൻ, ആ 3 വർഷം ജീവിച്ചിരുന്ന ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ തകർന്നു. ഞാൻ തിരിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പക്ഷേ സഭയോടും സഭയുടെ ആ വിശ്വാസ ജീവിതത്തോടുമുള്ളൊരു ആ ഒരു അകൽച്ച എന്നിൽ നിന്ന് മാറിയിരുന്നില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ ചോദിക്കുമായിരുന്നു, എന്തിനാണ് സ്ഥിരമായി പള്ളിയിൽ പോകേണ്ട ആവശ്യം, എന്തിനാണ് വിശ്വാസം ഇങ്ങനെ പരിശീലിക്കേണ്ട ആവശ്യം? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ലേ എന്നുള്ളൊരു ആ ഒരു ബോധ്യത്തിലായിരുന്നു ഞാൻ നടന്നു പോകേണ്ടായിരുന്നത്. ഈ സമയത്ത് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ IELTS എക്സാം എഴുതി. IELTS എക്സാമിന് നമ്മൾ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ, ഞാൻ എപ്പോൾ മോക്ക് ടെസ്റ്റ് എടുത്താലും
എനിക്ക് 8 എന്ന് പറഞ്ഞ ബാൻഡ് സ്കോറിന് താഴെ സ്കോർ പോവില്ല. കാരണം എനിക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിരുന്നു, എനിക്ക് നല്ല ഈസി ആയിട്ട് എക്സാം ക്ലിയർ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഭയങ്കര ബോധ്യത്തിലായിരുന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ IELTS എക്സാം എഴുതിയപ്പോൾ എനിക്ക് ബാക്കി എല്ലാ മൊഡ്യൂളും, റീഡിങ് ഒഴികെ ബാക്കി എല്ലാ മൊഡ്യൂളും ഭയങ്കര ഈസി ആയിരുന്നു. റീഡിങ് മൊഡ്യൂളിൽ എനിക്ക് 40 ചോദ്യമാണ് ഒരു മൊഡ്യൂളിൽ ഉണ്ടായിരിക്കുക. റീഡിങ് മൊഡ്യൂളിൽ എനിക്ക് 32 ക്വസ്റ്റ്യനാണ് എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ബാക്കിയുള്ള 8 ക്വസ്റ്റ്യൻസ് എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 32 ചോദ്യം റെഡി ആകുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. അപ്പോൾ എനിക്കൊരു നല്ലൊരു ബാൻഡ് സ്കോർ എനിക്ക് എത്തില്ല എന്ന് ഉറപ്പായി. ഞാൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ അനിയത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവർ വർഷങ്ങളായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് എൻ്റെ ഒരു മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ വന്ന് ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ, പക്ഷെ ഞാൻ ഭയങ്കര കൂളായിരുന്നു. എനിക്കിത് കിട്ടിയില്ലെങ്കിൽ എന്താ ഒരു ടെസ്റ്റും കൂടി എടുത്തു കഴിഞ്ഞ് സിമ്പിളായിട്ട് ഇത് പാസ്സാവുക എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇരിക്കേണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നീ സാക്ഷ്യം പറയാൻ തയ്യാറാണെങ്കിൽ ഈ പരീക്ഷയിൽ തന്നെ നിനക്ക് നല്ല മാർക്കോട് കൂടി നിനക്ക് പാസ്സാവാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ അമ്മോട് ഒരു വിടുവായ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറയാൻ തയ്യാറാണ്, മാതാവ് എന്താ ചെയ്യണമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ബോംബെയിലായിരുന്നു, ഒരു കോൺഫറൻസിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 7 ബാൻഡ് വന്നു, 7 ബാൻഡ് സ്കോർ, ഓവറോൾ 7 ബാൻഡ് സ്കോർ, റീഡിങ്ങിലും 7 ബാൻഡ് സ്കോർ. റീഡിങ്ങിൽ 7 ബാൻഡ് സ്കോർ അക്കാദമിക്കിൽ കിട്ടണമെങ്കിൽ ഞാൻ എഴുതിയിട്ടുള്ള ആ 32 ചോദ്യം ശരിയാവണം. എനിക്ക് ആ 32 ചോദ്യം ശരിയായി മാതാവ് എനിക്ക് ശരിയാക്കി തന്നു. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലായി. എനിക്ക് ആ ഒരു മാതാവിനുള്ള ഭക്തിയും വിശ്വാസവും തിരികെ വന്നു തുടങ്ങി. പക്ഷേ തിരിച്ച് ഞാൻ നാട്ടിലെത്തിയപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുക്കാൻ ശ്രമിച്ചില്ല. പിന്നീട് ഞാനിങ്ങനെ പുതിയ ഈ വർഷത്തെ അക്കാദമിക് അഡ്മിഷൻ്റെ കാര്യങ്ങൾ ശ്രമിച്ചു തുടങ്ങി. ഞാൻ ഫ്രാൻസിലും ഇറ്റലിയിലുമുള്ള വലിയ യൂണിവേഴ്സിറ്റികളിൽ ഇപ്രാവശ്യം അഡ്മിഷൻ വെച്ച് എനിക്ക് ഞാൻ കഴിഞ്ഞ വർഷം വെച്ച ആ ഒരു യൂണിവേഴ്സിറ്റിയെക്കാളും കഴിഞ്ഞ വർഷം ഞാൻ വെച്ച യൂണിവേഴ്സിറ്റിയുടെ 1200 റാങ്കിങ് ആണ് QS വേൾഡ് റാങ്കിങ്ങിൽ കിടക്കുന്നുണ്ടായിരുന്നത്, ക്രൊയേഷ്യയിലത്തെ. ഈ വർഷം മാതാവ് എനിക്ക് ഇറ്റലിയിലെ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് മിലാൻ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ 250 റാങ്കിലേക്ക് QS വേൾഡ് റാങ്കിങ്ങിലേക്ക് എടുക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഒരു നല്ലൊരു കോഴ്സിന്, മാസ്റ്റേഴ്സ് കോഴ്സിന് അഡ്മിഷൻ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അഡ്മിഷൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇനി ബാക്കി നമ്മുടെ വിസ പ്രോസസ്സിംഗ് ആണ്. എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ ബുദ്ധിമുട്ട് അപ്പോഴാണ് ശരിക്കും ടെൻഷനായി ഇറങ്ങിയത്. അഡ്മിഷൻ എടുക്കുന്നവരെ എനിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ മെറിറ്റ് നടക്കില്ല എന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമായി. ഞാൻ ഇവിടെ വന്നു, ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ചൊരു പ്രാർത്ഥനയാണ്, എനിക്ക് കൃത്യമായിട്ട് വിസയുടെ എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും അതിനാവശ്യമായ എല്ലാ ഡോക്യുമെൻറ്റും കൃത്യമായി ശരിയാവാനും എനിക്ക് സ്കോളർഷിപ്പോട് കൂടിയിട്ട് എനിക്ക് മിലാനിൽ പോയി പഠിക്കാനും സാധിക്കണം. ഇതായിരുന്നു എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം. ഈ നിയോഗം വെച്ച് ബാക്കി നിയോഗങ്ങളും ഉണ്ടായിരുന്നു. ഈ നിയോഗം വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചു പോയത്. മിലാൻ്റെ നമ്മൾ ഇറ്റലിയുടെ വിസയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനപ്പെട്ട 2 ഡോക്യുമെൻ്റാണ് പ്രീ എൻറോൾമെൻറ്റ് സമ്മറിയും DOV എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റും. ഈ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് 2 ആഴ്ച മുൻപ് ഞാൻ ഈ പ്രീ എൻറോൾമെൻറ്റിന് അപ്ലിക്കേഷൻ വെച്ചിരുന്നു. അത് നമുക്ക് ഒരു വർഷം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു തവണയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം യൂണിവേഴ്സിറ്റി നമുക്കൊരു സർട്ടൈൻ ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് തരും. ഇത് നമ്മൾ മിലാൻ ഇറ്റലിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അവർ യൂണിവേഴ്സിറ്റി അത് വെരിഫൈ ചെയ്ത് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. യൂണിവേഴ്സിറ്റി 5 സർട്ടിഫിക്കറ്റ് പറഞ്ഞു. എൻ്റെ അശ്രദ്ധ മൂലം ഞാൻ അതിൽ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം ശരിക്കും വെച്ച് ബാക്കി 4 സർട്ടിഫിക്കറ്റും എൻ്റെ അശ്രദ്ധ മൂലം തെറ്റായ രീതിയിൽ ഞാൻ വെച്ച് ഇത് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ ഉടമ്പടിയോടെ എടുക്കാൻ വന്നപ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവ് ഇത് എനിക്ക് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം. കാരണം ഇത് ശരിയായാലാണ് എനിക്ക് അടുത്ത സർട്ടിഫിക്കറ്റ് ആയാലും DOVക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, DOV കിട്ടിയാലാണ് എനിക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് 5ാമത്തെ ദിവസം എനിക്ക് പ്രീ എൻറോൾമെൻറ്റ് സമ്മറി വന്നു, എനിക്ക് മെയിലായിട്ട് വന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇനി പക്ഷേ അടുത്ത പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ VFSൽ വിസ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എടുത്തിരുന്നു. ആ ഡേറ്റ് എന്ന് പറയുന്നത് ഈ പ്രീ എൻറോൾമെൻറ്റിൻ്റെ ലിസ്റ്റ് വന്നതിൻ്റെ അടുത്ത ആഴ്ചയിൽ വെള്ളിയാഴ്ചയായിരുന്നു, 27-ാം തീയതി. പക്ഷേ ഞാൻ DOVക്ക് അപ്ലൈ ചെയ്യണം. DOVയുടെ ഒരു മിനിമം ഡേയ്സ് എന്ന് പറയുന്നത് 21 ദിവസം മുതൽ 30 ദിവസം വരെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ DOVക്ക് അപ്ലിക്കേഷൻ വെച്ചു. DOVക്ക് അപ്ലിക്കേഷൻ ഞാൻ സബ്മിറ്റ് ചെയ്ത് 3ാമത്തെ ദിവസം എനിക്ക് DOV അപ്ലിക്കേഷൻ വന്നു, DOVയുടെ റിസൾട്ട് വന്നു. പക്ഷേ ഞാനപ്പോഴും എൻ്റെ ടെൻഷനും കൊണ്ട് ഞാനെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 27-ാം തീയതിയാണ് വിസയ്ക്ക് വെക്കേണ്ടത്, എനിക്കത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ തലേ ദിവസം വരെ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ദിവസം മുൻപ് വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടും, അതായത് ഞാൻ DOVക്ക് വെച്ച് 2ാമത്തെ ദിവസം വരെയും എനിക്ക് ഇത് വരാതായപ്പോൾ ഞാൻ വിചാരിച്ചോ ഇനി മാതാവ് ചിലപ്പോൾ എനിക്കിപ്പോൾ വിസയ്ക്ക് വെക്കാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ വിസയുടെ അപ്ലിക്കേഷൻ വെക്കുന്ന ഡേറ്റ് ഞാൻ പോസ്റ്റ്പോൺ ചെയ്ത് ഓഗസ്റ്റ് 4-ാം തീയതിക്ക് വെച്ചു.
ഞാൻ ഓഗസ്റ്റ് 4-ാം തീയതിക്ക് വെച്ചതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് DOV വന്നു. സത്യത്തിൽ എനിക്ക് പറഞ്ഞ 27-ാം തീയതി തന്നെ എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ DOV വന്നു, 3 ദിവസത്തിൽ DOV വന്നു. ഇനി ഇതിൽ അടുത്ത കടമ്പ എന്ന് പറയുന്നത് നമുക്ക് ഇറ്റലിക്ക് വിസയ്ക്ക് നമുക്ക് ഷോമണി 14 ലക്ഷം രൂപയും 2 ലക്ഷം രൂപ നമ്മൾ ടിക്കറ്റ് പ്രൈസുമായിട്ട് നമ്മൾ കാണിക്കണം. ഇത്രയും രൂപ കഴിഞ്ഞ വർഷം 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്കറിയാം, എൻ്റെ കുടുംബത്തിനും അറിയാം. അപ്പോൾ ഈ ഒരു 16 ലക്ഷം രൂപ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇമ്പോസിബിൾ ആയിരുന്നു. പക്ഷേ എനിക്ക് പൂർണ്ണ ബോധ്യമായിരുന്നു മാതാവ് എനിക്ക് 16 ലക്ഷം രൂപ തരുന്നു. എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും ഞങ്ങൾ എൻ്റെ ബന്ധുക്കളോടല്ല, പക്ഷേ നമ്മൾ ചോദിക്കുന്ന പരിചയക്കാരോട് ചോദിക്കുന്നവരൊക്കെ ആയിട്ട് 2-3 ലക്ഷം രൂപയൊക്കെ ആയിട്ട് ഈ 16 ലക്ഷം രൂപ എനിക്ക് ദൈവം മാതാവ് നൽകി സഹായിച്ചു. 16 ലക്ഷം രൂപ നൽകി സഹായിച്ചു. അപ്പോഴും എനിക്ക് ഒരു കോംപ്ലിക്കേഷൻ മുമ്പിൽ കിടക്കുന്നുണ്ടായിരുന്നു, അതെനിക്ക് അപ്പോൾ അറിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ ക്ലിയറായി, കാരണം കഴിഞ്ഞ വർഷത്തെ വിസ റിജക്ഷൻ മനസ്സിലുള്ളതുകൊണ്ട് ഒരു പിഴവ് പോലും വരരുതെന്ന് വിചാരിച്ച് എല്ലാ ഡോക്യുമെൻറ്റ്സും കൃത്യമാക്കി ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് 2 ദിവസം മുൻപ് ഒരു എക്സ്റ്റേണൽ ഏജൻസിയോട് അഭിപ്രായം ചോദിച്ചേക്കാം, എൻ്റെ ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും വിചാരിച്ച് ഞാൻ ഡോക്യുമെൻറ്റ്സ് ഒരു എക്സ്റ്റേണൽ ഏജൻസിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. അവർക്ക് പൈസ കൊടുത്ത് ഞാൻ അവരോട് ചെക്ക് ചെയ്യിപ്പിച്ചു. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിനക്ക് വിസ കിട്ടാനുള്ള സാധ്യത 90% ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റലിയുടെ നിയമം അനുസരിച്ച് നമ്മുടെ ഷോമണി 16 ലക്ഷം രൂപ നമ്മൾ കാണിക്കണത് അതിൻ്റെ കൃത്യമായൊരു ഇൻകം സോഴ്സ് നമുക്ക് കാണിക്കാൻ പറ്റണം. ഈ ഇൻകം സോഴ്സ് നമ്മുടെ വരുമാനത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെയോ ലോക്കൽ ഗാർഡിയൻ്റെ വരുമാനത്തിൽ നിന്ന് അതിൻ്റെ അനുസൃതമായിട്ടുള്ളതായിരിക്കണം. എനിക്ക് തന്നിരിക്കുന്ന 16 ലക്ഷം മാതാവ് തന്നതാണ്. എനിക്ക് പറയാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് മാതാവാണ്. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു ഇതാണ്, എൻ്റെ സോഴ്സ് ദൈവമാണ്, എനിക്ക് ആ ദൈവം ഇത് നടത്തി തരും, ശരിയാക്കി തരും എന്ന് പറയും. അപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ വിശ്വാസം പോലെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് തിരിച്ചു തന്നു. ഞാൻ കൃത്യം 4-ാം തീയതി ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന അന്ന് തന്നെ വിസ ഓഫീസറുമായിട്ട് എംബസിയിൽ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ നടക്കുമ്പോഴും വിസ ഓഫീസറും ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു വന്ന് അവസാനം കൊണ്ട് പറഞ്ഞു ഷോമണിയുടെ കാര്യം എത്തിയപ്പോൾ വിസ ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് വിസ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ആൾ പറഞ്ഞു ഇത് പറയാൻ പാടില്ല, പക്ഷെ ഞാൻ ഫ്രാങ്കായി പറയുകയാണ്, ഇത് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇറ്റലിയുടെ നിയമം അത്രയും സ്ട്രോങ് ആണ് ഫിനാൻഷ്യൽ മാറ്റേഴ്സിൻ്റെ കാര്യത്തിൽ. ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല, ഞാൻ താങ്ക് യു പറഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ മാതാവ് 8 എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും കുർബാനയിൽ നിൽക്കുമ്പോഴായാലും 8 എന്ന് പറഞ്ഞൊരു ഡേറ്റ് എനിക്കിങ്ങനെ ഒരു സംഖ്യ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ 4-ാം തീയതി വിസ ചോദിച്ചപ്പോൾ ഉറപ്പാണ് ഓഗസ്റ്റ് 8-ാം തീയതി ആയിരിക്കും വിസ വരുന്നുണ്ടാവുക. ആ 8 ആയിരിക്കും എനിക്ക് മാതാവ് കാണിച്ചു തരുന്നുണ്ടാവുക. ഞാനിങ്ങനെ അതിനുവേണ്ടി ഇങ്ങനെ ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 8 കഴിഞ്ഞിട്ടും വിസ വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, വെറുതെ എനിക്ക് കുർബാനയ്ക്ക് നിൽക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വെറുതെ തോന്നിയതാണ് ഞാൻ വിചാരിച്ചിരുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, എൻ്റെ വിസ ഓഫീസർ പറഞ്ഞതിൻ്റെ തലേ ദിവസം എൻ്റെ ഏജൻസി പറഞ്ഞല്ലോ എനിക്ക് വിസ കിട്ടില്ല എന്ന് അവർ പറഞ്ഞ ദിവസം ഞാൻ വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 21-ാമത്തെ വാക്യം, മനുഷ്യരുടെ വാക്കുകൾക്ക് നീ ചെവി കൊടുക്കണ്ട. ഇതായിരുന്നു ആ വചനം. അപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമായിരുന്നു അവർ പറയുന്നത് നോക്കണ്ട, എനിക്ക് വിസ കിട്ടുന്നു. പിന്നെയാണ് പ്രാർത്ഥിക്കുമ്പോൾ 8 എന്നുള്ള ഡേറ്റ് കണ്ടപ്പോൾ 8-ാം തീയതി വിസ വരാതായപ്പോൾ ഞാൻ വിചാരിച്ചു വരുമായിരിക്കും. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടി, ഞാൻ വീട്ടിൽ യൂട്യൂബിൽ ഇങ്ങനെ ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉടമ്പടി ധ്യാനം കഴിഞ്ഞ വഴിക്ക് എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മെയിൽ വരാണ്. യൂണിവേഴ്സിറ്റി മിലാൻ്റെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കൊടുക്കുന്ന എക്സലൻസ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ 8 ലക്ഷം രൂപയുടെ ഒരു സ്കോളർഷിപ്പ് മാതാവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു. ഈ 8 ലക്ഷം രൂപ ഫസ്റ്റ് ഇയറിനാണ്, സെക്കൻഡ് ഇയറിന് എനിക്ക് ഈ പൈസ റിന്യൂ ചെയ്ത് അടുത്തൊരു 8 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ആ 8 എന്ന് പറഞ്ഞ സംഖ്യ അതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ ആ സ്കോളർഷിപ്പ് മാതാവ് നൽകിയപ്പോൾ ഞാൻ അത്രയും സന്തോഷിച്ചു. അതിനുശേഷം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഞാനിങ്ങനെ അതേപോലെ ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് കൃത്യമായി ഉടമ്പടി ധ്യാനത്തിൻ്റെ അവസാനത്തെ ആരാധന കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ മെയിലും മെസ്സേജും ഇങ്ങനെ വരുന്ന നോട്ടിഫിക്കേഷൻ എനിക്ക് കേൾക്കാണ്ട്. പക്ഷെ ഞാൻ തുറന്നു നോക്കിയില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് വന്ന മെയിലായിരുന്നു VFS നിന്ന് എൻ്റെ വിസയല്ല, എൻ്റെ പ്രോസസ്ഡ് ആപ്ലിക്കേഷൻ ഡിസ്പാച്ച് ആയിട്ടുണ്ട്. പ്രോസസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല വിസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തുറന്ന് നോക്കുമ്പോൾ മാത്രമേ നമുക്കറിയുള്ളൂ. ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. 3 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വിസ വന്നു എനിക്ക്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എനിക്കതിൽ കൃത്യമായ വിസയായിരുന്നു. ഇതിലെനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷവും ഉടമ്പടിയിലും ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു സ്വഭാവമായി പോലെ സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, അതായത് ഉടമ്പടിയിൽ പറഞ്ഞേക്കണ നിയമാവലിയിൽ എന്ത് പറഞ്ഞേക്കണോ അത് മാത്രം ചെയ്യൂ.
ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യണമെന്ന് എൻ്റെ അമ്മ പറയും. ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യണം, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും സിസ്റ്റമാറ്റിക്കായിട്ട് എവിടെ എഴുതി വെച്ചിട്ടില്ല. അച്ഛന്മാർ ധ്യാനത്തിലും പ്രാർത്ഥനയിലും പറയുന്നല്ലാതെ എവിടെ എഴുതി വെച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ മാതാവ് ഇത് എനിക്ക് ചെയ്യുന്ന ആ ഒരു ബോധ്യത്തിലായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ആത്മീയമായൊരു ബോധ്യം വന്നതിൻ്റെ ഇതിൽ ഞാൻ പറയുന്നത് സ്കോളർഷിപ്പ് വന്ന ഞായറാഴ്ച ആ ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനം ഞാൻ ഷെയർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് എൻ്റെ സ്കോളർഷിപ്പ് വന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് എൻ്റെ വിസയും വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഉടമ്പടി ധ്യാനമായാലും സാക്ഷിയായാലും ഷെയർ ചെയ്യുക എനിക്ക് എന്നെ അത്രയും മെറിറ്റ് കുറച്ച് കാണിക്കുന്നൊരു കാര്യമാണ്. കാരണം എൻ്റെ വാട്സപ്പിലായാലും എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായാലും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂടെയുള്ളവരും എൻ്റെ പരിചയക്കാരും എല്ലാവരും എന്ന് പറയുന്നത് ഇതുപോലെ തത്വശാസ്ത്രവും ഫിലോസഫിയും അതുപോലെ സയൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരുമാണ്. അപ്പോൾ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഠിക്കുന്ന സമയത്തൊക്കെ ആയാലും ഫിലോസഫി റിലീജിയൻ എന്ന് പറഞ്ഞ പേപ്പറും ഇതിലൊക്കെ വളരെ ക്രിറ്റിസിസായിട്ട് ഞാൻ സഭയിനും വിശ്വാസത്തെയൊക്കെ ഇങ്ങനെ ക്രിറ്റിസിസം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ ആർട്ടിക്കിൾ എഴുതിയോ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന വ്യക്തി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ഒരു സാക്ഷി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര നാളുണ്ടാക്കി വെച്ചൊരു ബിൽഡപ്പ്, എനിക്കുള്ള ഒരു അക്കാദമിക് ബിൽഡപ്പും സകലത അവിടെ തകർന്നടിയുന്നതൊക്കെ ഉറപ്പായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ ആദ്യത്തെ 2 ആഴ്ചയിൽ ഞാൻ സാക്ഷിയൊന്നും ഷെയർ ചെയ്യാതിരുന്നത്. പക്ഷെ ഞാൻ എൻ്റെ മെറിറ്റ് നോക്കാതെ ഞാൻ സാക്ഷി ഷെയർ ചെയ്തത് എന്നാണോ അന്നാണ് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയത്. അതുപോലെ എൻ്റെ മെറിറ്റ് നോക്കാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സകലരെയും ഞാൻ അത്രയും പള്ളിയിൽ ആക്റ്റീവായിരുന്നുകൊണ്ട് എനിക്ക് നന്നായി അറിയുമായിരുന്നു. അപ്പോൾ എനിക്ക് കംഫർട്ടായിരുന്ന വീടുകളിലായിരുന്നു ഞാൻ പത്രം കൊണ്ടുപോയി കൊടുത്തിരുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ആ ഒരു കംഫർട്ട്നെസ് ഞാൻ ഭേദിച്ച് എനിക്ക് കംഫർട്ട് അല്ലാത്ത വീടുകളിലും കൊണ്ടുപോയി ഞാൻ പത്രം കൊടുത്തു. അതുപോലെ സാക്ഷി ഷെയർ ചെയ്യുകയും ഇതുപോലെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യുകയും ചെയ്തപ്പോൾ എൻ്റെ മെറിറ്റിനെ ഞാൻ ഡീമെറിറ്റാക്കി കാണിച്ചപ്പോഴാണ് മാതാവ് എനിക്ക് അനുഗ്രഹം നൽകിയത്. ആ ഒരു മെറിറ്റല്ല, ബട്ട് മൈ ഗ്രേസ് ആണ് എനിക്ക് ഈ അത്ഭുതം മാതാവ് തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ സെപ്റ്റംബറിലെ ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ മിലാനിലേക്ക് പോവുകയാണ്. ദൈവത്തിനും മാതാവിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിനെ അനുഗ്രഹിച്ചതിനും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിനും എന്നിലൂടെ ഈ ഒരു സാക്ഷ്യം പറയാൻ ഈ അൾത്താരിൽ നിൽക്കാൻ സാധിച്ചതിനെ ഓർത്ത് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. 1 കൊരിന്തോസ് 6:19-20 തിരുവചനങ്ങൾ. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ജോമോൻ ജോയി എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ നാൾവഴികളും അത് കടന്നുപോയ പ്രതിസന്ധികളും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ മകൻ നടത്തിയ ധൈര്യമുള്ള പ്രവൃത്തികളും ദൈവത്തിരുസന്നിധിയിൽ തന്നെ സ്റ്റാറ്റസ് ലോയാക്കിക്കൊണ്ട് തൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ തൻ്റെ സ്റ്റാറ്റസ് ലോയാക്കിക്കൊണ്ട് അവൻ ചെയ്ത ഓരോ പ്രവൃത്തികളും അവൻ്റെ തുടർ പഠനത്തിന്, വിദേശ പഠനത്തിന് എങ്ങനെ അനുഗ്രഹമായി തീർന്നുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. മകൻ പറഞ്ഞു, ആദ്യം സാധാരണ വിശ്വാസമുള്ള പള്ളിയിലെല്ലാത്തിനും സഹകരിക്കുന്ന നല്ലൊരു കുടുംബത്തിലെ മകനായി വളർന്നു വന്നവരാണ്. പിന്നീട് പഠനം പുരോഗമിക്കുമ്പോൾ അവന് തത്വചിന്തയും അതുമായ മറ്റ് കാര്യങ്ങളുമൊക്കെ പരിചയപ്പെട്ടു വരുമ്പോൾ പള്ളിയിൽ നിന്ന് അകലുന്നു, വിശ്വാസത്തിൽ നിന്ന് അകലുന്നു, ജീവിതം തന്നെ വഴിമാറിപ്പോകുന്നത് അവൻ അൾത്താരയിൽ കൺഫസ് ചെയ്യുന്നുണ്ട്. പിന്നീട് വിദേശത്ത് പോകുവാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങുമ്പോൾ അവന് നല്ല മെറിറ്റ് ഉള്ളതുകൊണ്ട്, നല്ല ലാംഗ്വേജ് ഫ്ലുവൻസ് ഉള്ളതുകൊണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുവാനും അവതരിപ്പിക്കുവാനും കഴിവുള്ളതുകൊണ്ട് അവൻ തൻ്റെ മെറിറ്റിൽ മാത്രം ആശ്രയിച്ചുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതും അത് അമ്പെ പരാജയപ്പെടുന്നതുമാണ് മകൻ നമ്മളോട് സൂചിപ്പിച്ചത്. പിന്നീട് അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഉടമ്പടി എടുത്ത നാൾ മുതൽ ആദ്യമൊക്കെ അത് വലിയ പ്രയാസം മകന് നേരിട്ടു. അത്യാവശ്യ പ്രാർത്ഥനകൾ ചെയ്തും അത്യാവശ്യം മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ വെളിപ്പെടാതെയും തന്നെ വെളിച്ചത്ത് കൊണ്ടുവരാതെയും ഒക്കെ മകൻ ഉടമ്പടി ജീവിച്ചുവെങ്കിലും പതിയെ ഉടമ്പടിയിലേക്ക് തൻ്റെ ജീവിതം ചേർത്ത് വയ്ക്കുമ്പോൾ ഉടമ്പടി തന്നെ അവൻ്റെ ജീവിതത്തെ എടുത്തുയർത്തുന്നതാണ് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത്. മകൻ പറയുന്നുണ്ട്, അത് ഞാൻ ഉടമ്പടി ധ്യാനം, ഉടമ്പടി സാക്ഷ്യങ്ങൾ അവ ഷെയർ ചെയ്യുന്നതിനാവട്ടെ, ഉടമ്പടി കൃപാസനം പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി ഞാൻ നടത്തിയ ധൈര്യമാവട്ടെ, ഇത് രണ്ടും എൻ്റെ സ്റ്റാറ്റസ് വല്ലാതെ ചെറുതാക്കുന്നതായിരുന്നു. എൻ്റെ കൂട്ടുകാർ, എൻ്റെ സമപ്രായക്കാർ അവരൊക്കെയും അവർക്കിടയിൽ എനിക്കുള്ള ബിൽഡപ്പ്
ഒരു ഇമേജ്, ആ ഇമേജ് വല്ലാതെ തകർക്കുന്നതും എന്നെ കളിയാക്കുവാൻ കാരണമാകുന്നതുമായിരുന്നു ഞാൻ ചെയ്ത 2 പ്രവൃത്തിയും. പക്ഷേ എനിക്ക് അമ്മ മാതാവിനുണ്ടായ ഉറച്ച വിശ്വാസം, ഈശോ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും കരം പിടിച്ച് നടത്തുകയും ചെയ്യുമെന്ന് എനിക്ക് കിട്ടിയ ഉറച്ച ബോധ്യം, അതാണ് എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും ഞാൻ ഈശോയ്ക്ക് അടിയറവ് വയ്ക്കുവാൻ, വിട്ടുകൊടുക്കുവാൻ തീരുമാനിച്ചത്. അതോടൊപ്പം ധ്യാനം ഷെയർ ചെയ്യുക, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുക, ഇത് അമ്മ പറയുമ്പോഴും സഹോദരി പറയുമ്പോഴും നിരന്തരം തർക്കുത്തരത്തോടു കൂടിയാണ് മകൻ കണ്ടിരുന്നത്. കാരണം അതൊന്നും എങ്ങും എഴുതി വച്ചിട്ടില്ല, അച്ഛന്മാർ ഓരോന്ന് പറയുന്നതല്ലേ എന്ന രീതിയിൽ അതിനെ ഇകഴ്ത്തുന്നത് പോലും മകൻ്റെ ശീലമായിരുന്നു. എന്നാൽ ഉടമ്പടിയുടെ ആദ്യ പാഠം അത് എളിമയാണ്. ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുക, മനുഷ്യരുടെ മുമ്പിൽ എളിമപ്പെടുക. ഉടമ്പടിയുടെ രണ്ടാമത്തെ പാഠം അത് അനുസരണമാണ്. ദൈവസ്വരത്തെ അനുസരിക്കുക, മനുഷ്യസ്വരത്തെ വിവേചിച്ച് അനുസരിക്കുക. ഉടമ്പടിയുടെ നിലനിൽക്കേണ്ട കൃപ അത് വിശുദ്ധിയാണ്. ആത്മശരീരങ്ങളെ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടി സമർപ്പിക്കുക. ഇത് നമ്മുടെ ട്രാക്ക് ശരിയാക്കുന്നതിന്, നമ്മുടെ വലിയ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി മാറുന്നതിന് ഈ 3 മേഖലകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, നമ്മുടെ കൊമ്പൊടിക്ക് അഹന്തയുടെ, സ്വാർത്ഥതയുടെ, ദ്രവ്യാസക്തിയുടെ കൊമ്പൊടിച്ചുകൊണ്ട് എളിമപ്പെടുവാൻ തയ്യാറാവുക. ദൈവത്തിൻ്റെ സ്വരം കേൾക്കും വിധം, മറ്റുള്ളവരെ മാനിക്കുവാൻ പറ്റും വിധം, ആദരിക്കുവാൻ പറ്റും വിധം അനുസരണയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരിക. നമ്മുടെ ആസക്തികളെയും നമ്മുടെ തഴക്കദോഷങ്ങളെയും പാപബന്ധനങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോഴാണ് ഉടമ്പടി അതിൻ്റെ കെട്ടുകൾ പൊട്ടിച്ച്, ഉടമ്പടി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ക്രാക്സും മാറ്റിക്കൊണ്ട് നമുക്കത് സ്മൂത്തായി അനുഗ്രഹത്തിന് കാരണമാവുക. അതിൻ്റെ സാക്ഷ്യമാണ് മകൻ ഈ അൾത്താരയിൽ പങ്കുവെച്ചു കൊണ്ടിരുന്നത്. അവനെപ്പോൾ ഉടമ്പടി ധ്യാനം കഴിഞ്ഞ് എല്ലാവർക്കും വേണ്ടി ധ്യാനം ഷെയർ ചെയ്തു തുടങ്ങിയോ ആ നിമിഷം അവൻ്റെ വിസ പ്രോസസ്സ് ഓരോന്നും ശരിയായിക്കൊണ്ടിരുന്നു. ധ്യാനത്തിലൂടെ അവന് കുറച്ച് ദിവസം പ്രാർത്ഥിക്കുമ്പോൾ 8 എന്നൊരക്കം അവൻ്റെ ചെവിയിലുണ്ട്. എന്താണെന്നത് അറിയത്തില്ല. അത് ഉടമ്പടിയുടെ പ്രത്യേകതയാണ്. ഉടമ്പടി എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്, സന്ദേശം കൈമാറുന്നതാണ്. ഉടമ്പടിയിൽ നമുക്കൊരു സന്ദേശം കിട്ടിയാൽ, ഒരു സ്വപ്നം കിട്ടിയാൽ, ഒരു വാക്ക് കിട്ടിയാൽ, ഒരു ദർശനം കിട്ടിയാൽ അത് നമ്മുടെ നിയോഗവുമായി ബന്ധമുണ്ടാവും, നിയോഗത്തിൻ്റെ ഫലത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായിരിക്കും. മകൻ അതാണ് പറയുന്നത്. പലതവണ 8 എന്ന് കിട്ടി, എന്താണ് 8 എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് രണ്ടാമത്തെ ഉടമ്പടി ധ്യാനം ഞാൻ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഞാനത് തിരിച്ചറിഞ്ഞു. 8 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് എനിക്ക് അനുവദിക്കുന്നുവെന്ന്. ദൈവം എന്നും അനുഗ്രഹിക്കുവാൻ ധാരാളിയാണ്. സമൃദ്ധമായി അനുഗ്രഹിക്കുക ദൈവത്തിൻ്റെ രീതിയാണ്. നമ്മൾ ദൈവത്തിന് പറ്റുന്ന വിധത്തിൽ ട്യൂൺഡായാൽ ദൈവം നമ്മുടെ ജീവിതത്തെ ഓരോ ജംഗ്ഷനുകളിലും, പ്രതിസന്ധിയുടെ ഓരോ അവസ്ഥകളിലും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിച്ചു കൊണ്ടിരിക്കും. ഈ മകൻ്റെ വാക്കുകൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ കേട്ടതാണ്. അവൻ്റെ ചുറുചുറുക്ക്, അവൻ്റെ ദൈവത്തിലുള്ള ആശ്രയത്വം, ദൈവം കരം പിടിച്ച് നടത്തിയത്, അവൻ്റെ ജീവിതത്തെ സുരക്ഷിതമായി വലിയൊരു തീരത്തെ കണയ്ക്കുന്നത്, അതൊക്കെ അവൻ പങ്കുവെച്ചു. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിക്കുക എളുപ്പമാണ് എളിമയുള്ള മനസ്സുണ്ടെങ്കിൽ. ഉടമ്പടി നിലനിൽക്കുക എളുപ്പമാണ് ദൈവസ്വരം കേൾക്കുന്ന വിധേയത്വമുള്ള അനുസരണത്തിൻ്റെ ഒരു മനസ്സുണ്ടെങ്കിൽ. ഉടമ്പടിയുടെ അനുഗ്രഹം പ്രാപിക്കുക എളുപ്പമാണ് വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ വ്യാപരിക്കുമെങ്കിൽ. അതാണ് ഈ മകൻ നമ്മളോട് പങ്കുവച്ചതിൻ്റെ ചുരുക്കം. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട്